ഈ വർഷത്തെ സുഹൃതം ഭാഗവത പുരസ്കാരത്തിന് അർഹനായ ആചാര്യ ശ്രീ KR മനോജ് അവരുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആചാര്യ ശ്രീ KR മനോജ് അവരുടെ ശിഷ്യനും 26 വർഷത്തോളമായി ആർഷവിദ്യാ സമാജത്തിന്റെ ഫുൾ ടൈം പ്രവർത്തകനുമായ ശ്രീ PR മധുസൂദനൻ അവരുടെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടെ ഇന്ന് ആചാര്യശ്രീയോടൊപ്പം ഈ ജീവിത മുഴുവനും ഇതിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഈ തരത്തില് സമൂഹത്തില് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമ്മുടെ സനാതന ധർമ്മത്തിന് ഈ തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് 43 പ്രവർത്തകർ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, 43 പൂർണ്ണ സമയ പ്രവർത്തകര് ആചാര്യശ്രീ രാജേഷിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഇത് 43 പേര് ഇന്ന് ഭാരതത്തിന്റെ പല ഭാഗത്തും പൂർണ്ണ സമയ പ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുന്നു. മെനിയാന്ന് ഡൽഹിയിലുണ്ടായിരുന്ന ഈ പരിപാടിയിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു ഹിന്ദുത്വ അഭിമാനി അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിൽ ഇതിന്റെ സെന്റർ തുടങ്ങണം, ഞാൻ എൻ്റെ വീട്ടിന്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഇപ്പൊ തന്നെ മാറ്റി വെക്കണം. ഏകദേശം 80,000-ലധികം രൂപ മാസ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ 15 കുട്ടികളെയും അദ്ദേഹം പരിചയപ്പെട്ടു. ഓരോരുത്തരുടെയും കാര്യങ്ങൾ അവർ പറയുന്നില്ല, പക്ഷേ അവരുടെ മനസ്സിൽ ഇത് ഈ 3 സഹോദരിമാര് അവരുടെ നാടകത്തിൽ തൊട്ട് അതിന് മൂത്ത സഹോദരി അമ്മയുടെ റോള് ആണ് അഭിനയിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം അവാർഡ് കിട്ടിയതിന്റെ വീഡിയോ കിട്ടുമോ? ഹലോ, ആ വീട്ടെ കിട്ടിച്ചിട്ടത് സന്യാസിശ്രേഷ്ഠ, അതുപോലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും ആർഷവിദ്യാ സമാജത്തിന്റെ പേരിലുള്ള സാദര പ്രണാമം. 2025 സുഹൃതം ഭാഗവത പുരസ്കാരം ആർഷവിദ്യാ സമാജം സ്ഥാപകനും ഡയറക്ടറുമായ ആചാര്യ ശ്രീ മനോജിക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആചാര്യന്റെ നിർദ്ദേശാനുസരണം ഈ അവാർഡ് അദ്ദേഹത്തിന് വേണ്ടി ഏറെ ആദരവോടെ അഭിമാനത്തോടെയാണ് ഇവിടെ ഏറ്റുവാങ്ങിയത്. ഇതിലേക്ക് ആചാര്യജിയെ പരിഗണിച്ച പുരസ്കാര നിർണയ സമിതിക്ക് അഗൈവമായ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. ഡൽഹിയിൽ നിന്ന് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വരാൻ വേണ്ടി ആചാര്യജിയും അതുപോലെ ആർഷവിദ്യാ സമാജം കൾച്ചറൽ ടീമും 15-ാം തീയതി തന്നെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. പക്ഷേ ചെക്കിംഗ് നടന്നിരുന്ന സമയത്ത് തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം അവർ വരേണ്ട ഫ്ലൈറ്റ് ഉൾപ്പെടെ 60 ഫ്ലൈറ്റുകൾ സർവീസുകൾ ക്യാൻസലാക്കുന്ന പ്രഖ്യാപനം ഉണ്ടായി. 18-ാം തീയതി മാത്രമാണ്, അതായത് നാളെ മാത്രമാണ് റീഷെഡ്യൂൾ ചെയ്ത് ലഭിച്ചിട്ടുള്ളത്. പല വിധത്തിലും മന്ത്രിതലത്തിൽ പോലും ശ്രമിച്ചിട്ടും 16-നോ 17-നോ ടിക്കറ്റ് ലഭ്യമായില്ല. അതുകൊണ്ടാണ് ആചാര്യജിക്ക് ഇവിടെ വരാൻ കഴിയാതിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടക്കാനിരുന്ന AVS കൾച്ചറൽ മിഷൻ, ഇവിടെ നടത്താനിരുന്ന ഭരതം ഡോക്യുമെന്ററി ഡ്രാമ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കൊണ്ടല്ലെങ്കിലും സംഘാടക സമിതിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ആർഷവിദ്യാ സമാജം അഥവാ AVS
നിരവധി ധർമ്മ സംരക്ഷണ പദ്ധതികളുമായി 26 വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവയിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് ആശുവിദ്യാ സമാജത്തിന്റെ സുദർശനം ഗ്ലോബൽ ഈ പുരസ്കാരവും അതിനാണെന്ന് മനസ്സിലാക്കുന്നു. സുദർശന ചക്രധാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹിമകൾ പ്രകീർത്തിക്കുന്ന ഈ യജ്ഞവേദിയിൽ സുദർശനം മിഷന്റെ പേരിൽ അവാർഡ് സ്വീകരിക്കുവാൻ, ആചാര്യജിക്ക് വേണ്ടി അവാർഡ് സ്വീകരിക്കുവാൻ ഏറെ സന്തോഷമുണ്ട്. സുകൃതം കാരുണ്യാമൃതം എന്ന പേരിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സുകൃതം ഭാഗവത യജ്ഞവേദി സമിതിയുടെ പ്രവർത്തനങ്ങളും ഏറെ ശ്ലാഘനീയമാണ്. ആശുവിദ്യാ സമാജത്തിന്റെ എല്ലാവിധത്തിലുള്ള ആദരിക്കാം. ഇന്ന് മാനവരാശിയെ മാത്രമല്ല, ലോക ജനതയെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, ചെറുപ്പം മുതൽ തന്നെ പിടികൂടുന്ന ചില ദുസ്വാധീനങ്ങളുണ്ട്. ഭാരതത്തിലെ ആൾക്കാരെ മാത്രമല്ല, ലോകത്തിലെ തന്നെയുള്ള എല്ലാ ആൾക്കാർക്കും എതിരായ 6 തരം ആസുരിക ശക്തികളുണ്ട്. പണ്ടത്തെ ശത്രുക്കളെ കുറിച്ച് ഇതിഹാസങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ ആ തരത്തിലുള്ള രാക്ഷസീയ ശക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാവണൻ, കുംഭകർണൻ, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കറിയാം. മഹാഭാരത കാലഘട്ടത്തിൽ കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ, നരകാസുരൻ അവയെക്കുറിച്ച് ഇവിടെ വിവരിക്കാൻ തീരെ സമയമില്ല. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ പലതരത്തിലും സ്വാധീനിക്കുന്നത് ബ്രെയിൻ വാഷിംഗ് എന്നുള്ള ഏറ്റവും വലിയ ആയുധമാണ്. പഴയകാലത്തെ ആസുരീയ ശക്തികൾക്ക് ഇല്ലാതിരുന്ന പുതിയൊരു തരം ആയുധമാണിത്. കംസനോ, ജരാസന്ധനോ, ശിശുപാലനോ, രാവണനോ, കുംഭകർണനോ ആരെയും ബ്രെയിൻ വാഷ് ചെയ്തിരുന്നില്ല. ആസുരിക ശക്തികളുടെ മക്കളിൽ പോലും നല്ലവർ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പ്രഹ്ലാദന്റെ കഥ നമ്മൾ എല്ലാ സത്രങ്ങളിലും കേൾക്കുന്നതാണ്. പക്ഷേ മക്കളിലേക്ക് പകരുന്ന ജനിതക രോഗവും മറ്റുള്ളവരിലേക്ക്, നമ്മുടെ മക്കളിലേക്കും സഹോദരി സഹോദരന്മാരിലേക്കും പടരുന്ന സാംക്രമിക രോഗവുമാണ് റാഡിക്കലൈസേഷൻ. എല്ലാവരെയും അവരുടെ പക്ഷത്തേക്ക് എത്തിച്ച് ഈശ്വരനും ഗുരുപരമ്പരകൾക്കും ധർമ്മത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനുമേറെ യുദ്ധം ചെയ്യിപ്പിക്കുന്ന പുതിയതര യുദ്ധതന്ത്രങ്ങളാണ് ഇവർ പയക്കുന്നത്. ഇവർക്കെതിരെ പ്രതിരോധം തീർക്കുന്നതാണ് ഈ ലോകത്തിലെ, ഈ നൂറ്റാണ്ടിലെ മാത്രമല്ല, ഈ യുഗത്തിലെ തന്നെ ഏറ്റവും വലിയ ധർമ്മ സംരക്ഷണ പോരാട്ടം എന്ന് ആശുവിദ്യാ സമാജം വിശ്വസിക്കുന്നു. ഈ മേഖലയിൽ ആശുവിദ്യാ സമാജം ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ബഹുമാന്യനായ KG വേണുവേട്ടൻ പറഞ്ഞതുപോലെ ബ്രെയിൻ വാഷിംഗിന് വിധേയരായവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയാം, അടിയന്തര ചികിത്സാ നടപടിയാണിത്. 3 കണ്ടീഷനുകൾ അംഗീകരിക്കുന്ന ആരെയും, ആശുവിദ്യാ സമാജത്തിന്റെ സുദർശനം കോഴ്സ് പഠിച്ച ആർക്കും തന്നെയും 3 കണ്ടീഷൻ പാലിക്കുന്ന ആരെയും സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്തൊക്കെയാണ് ആ ഉപാധികൾ? ഒന്നാമത്തത് സാമാന്യ ബുദ്ധി, രണ്ടാമത്തത് ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത, മൂന്നാമത്തത് സത്യം ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് അംഗീകാരമുള്ള ആരെയും, ഇപ്പോൾ മാറിയവരാവട്ടെ, തലമുറകൾക്ക് മുമ്പ് റാഡിക്കലൈസ് ചെയ്യപ്പെട്ടവരാവട്ടെ, അവരെ തിരികെ കൊണ്ടുവരാൻ AVSന് കഴിയുന്നതാണ്. ഈ രംഗത്ത് വളരെയധികം സംഭാവനകൾ AVS നിർവഹിച്ചിട്ടുണ്ട്. അഭിമാനരായ വേണുവേട്ടനത് പറഞ്ഞിരുന്നു. 8500-ലധികം യുവതി യുവാക്കളെ സനാതന ധർമ്മപാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആശുവിദ്യാ സമാജത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ കൊണ്ടുവരിക മാത്രമല്ല, അവരെ കൊണ്ട് ഈ വലയിൽ, ഈ കെണിയിലാവപ്പെട്ട മറ്റുള്ളവരെ കൂടി തിരികെ കൊണ്ടുവരുന്ന രീതിയിലുള്ള മികവ് ആശുവിദ്യാ സമാജത്തിന്റെ 20ഓളം പേർ ഫുൾ ടൈം പ്രവർത്തകരായി പ്രവർത്തിക്കുന്നു. അതിൽ തന്നെ 4 പേർ അവരുടെ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വേണുവേട്ടനോട് പറഞ്ഞിരുന്നു. റാഡിക്കലൈസേഷന് വിധേയമായവരെ മാത്രമല്ല, ഈ ആശ്രിത ശക്തികളുടെ മിഷണറി വക്താക്കളായി മാറിയവരെ പോലും തിരികെ കൊണ്ടുവന്ന് സനാതന ധർമ്മ പ്രചാരകരാക്കിയ അഭിമാനകരമായ ചരിത്രം നമുക്കുണ്ട്. അതിന് രാജ്യവ്യാപകമായ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് പ്രതിരോധമാണ്, അഥവാ ബോധവൽക്കരണം. 10,000-കണക്കിന് ജനങ്ങളെ ശരിയായ ബോധവൽക്കരണത്തിലൂടെ റാഡിക്കലൈസേഷൻ തടയാൻ കഴിഞ്ഞു. ചുരുക്കത്തിൽ തെറ്റായ ചിന്താഗതിയിലേക്ക് പോകാതെ തടയുക, അതിനും നിരവധി പദ്ധതികളുണ്ട്. സുദർശനം ജനജാഗരണ ജനസംഗ്രഹ പരിപാടികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അവതരിപ്പിക്കാനിരുന്ന ഭരതം, ഡോക്യുമെന്ററി, ഡാൻസ് ഡ്രാമ അങ്ങനെയുള്ള ഒരു സംരംഭമായിരുന്നു. വേണുവേട്ടൻ അവതരിപ്പിച്ചു വരുന്നു. ഇനി 3ാമത്തെ കാര്യം നടപടിയാണ്. 3ാമത്തെ ദീർഘകാല പദ്ധതിയാണ്.
അത് മൂന്നാമത്തെ കാര്യം സമൂല പ്രശ്ന പരിഹാര പദ്ധതിയാണ്. അത് ദീർഘകാല പദ്ധതിയാണ്. കോഴ്സുകൾ സുദർശന കോഴ്സ് മാത്രമല്ല, അതിൻ്റെതായ അനുബന്ധ കോഴ്സുകൾ, ആധ്യാത്മിക ശാസ്ത്രം, ഭാരതീയ സംസ്കൃതി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഭാരത്, യോഗവിദ്യ, വിദ്യാജ്യോതി സ്കോളർഷിപ്പ്, വിദ്യാർത്ഥി നൈപുണ്യവർ തുടങ്ങിയ ക്ലാസുകളും ക്യാമ്പുകളും നടത്തിവിടുന്നു. ഡിബേറ്റ് മിഷൻ നടത്തുന്നു. സംവാദം, ബോധവൽക്കരണ പരിപാടികൾക്ക് പ്രഗത്ഭരായ ധർമ്മപ്രചാരകരെ വാർത്തെടുക്കുന്നു. എല്ലായിടത്തും സമിതികൾ സ്ഥാപിച്ച് അടിത്തട്ട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നു. നിരവധി സേവന സംരക്ഷണ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. ഈ പ്രവർത്തനങ്ങളാണ് ആശ്രവിദ്യാസംബന്ധം ചെയ്തിട്ടുള്ളത്. ഇതിനാണ് ഇവിടെ ആചാര്യജി ആദരിക്കപ്പെട്ടത്. നമ്മളിവിടെ സുഹൃതം ഭാഗവത വേദിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹത്വം പഠിക്കുന്നു. ധർമ്മത്തിന് വേണ്ടി മാത്രം ജീവിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുന്ന പോലെ കൃഷ്ണോ ധർമ്മകായ എന്ന് പറയാം. ധർമ്മം തന്നെ ശരീരമെടുത്തു വന്ന ഭഗവാൻ കൃഷ്ണന്റെ ശരിയായ വിധത്തിലുള്ള ചരിത്രം നമുക്ക് മഹാഭാരതത്തിലൂടെ ഗ്രഹിക്കാൻ കഴിയും. ആ ഭഗവാനെ, ധർമാത്മാവായ ധർമ്മമൂർത്തിയായ ഭഗവാന്റെ ഉപദേശങ്ങൾ നമ്മുടെ ജനത സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതുപോലെയുള്ള റാഡിക്കലൈസേഷനുകൾ ഭാരതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് മഹാത്മാക്കളെ ആദരിക്കേണ്ടത് എങ്ങനെ? സ്വാധ്യായേന മഹർഷിഭ്യോ എന്നാണ് പറയുന്നത്. സ്വാധ്യായം കൊണ്ട് ആചരിക്കുക. ശ്രീകൃഷ്ണൻ ഭഗവാൻ ഉപദേശിച്ച ആ മഹത്തായ കാര്യങ്ങൾ സ്വജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ആ ധർമാത്മാക്കളുടെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് സനാതന ധർമ്മ പ്രചരണവും അതുപോലെ സംരക്ഷണവും നിർവഹിക്കാൻ കഴിയും. അതിനായി നമ്മളെല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.